ഞാൻ ലണ്ടനിലെ ബർമിംഗ്ഹാമിൽ പോയിട്ടുണ്ട്. ലണ്ടനിലെ ബർമിംഗ്ഹാമിൽ ഗൾഫ് രാജ്യങ്ങളിൽ ഞാൻ പോയി പ്രസന്റേഷൻ നടത്തി, ഞാൻ സഹായം മേടിച്ചിട്ടുണ്ട്. പുനർജനി കേസ് CBI അന്വേഷണത്തിന് വിടുന്നു എന്നറിഞ്ഞപ്പോൾ മുതൽ സതീശൻ സാറ് അങ്കലാപ്പിലാണ്. കൂടെ മാധ്യമങ്ങളെ കണ്ട് സുതാര്യമാണ് എന്ന് പറയുന്നതല്ലാതെ എത്ര രൂപ പിരിച്ചു, എത്ര പേർക്ക് വീടും മറ്റ് സഹായങ്ങളും നൽകി, അതിന് എത്ര രൂപ ചിലവഴിച്ചു എന്നൊന്നും സാറ് പറയുന്നില്ല. അത് മാത്രം പറഞ്ഞാൽ പോരാ, പ്രളയ ദുരിതാശ്വാസത്തിന് വിദേശത്ത് പോയി പണം പിരിക്കാൻ സർക്കാരിനോ മന്ത്രിമാർക്കോ അനുമതി ലഭിച്ചിരുന്നില്ല. അപ്പോഴാണ് MLA ആയ സതീശൻ സ്വകാര്യ സന്ദർശനത്തിനായി അനുമതി വാങ്ങി ബ്രിട്ടനിൽ പോകുന്നത്. സ്വകാര്യ സന്ദർശന അനുമതിയിൽ അവിടെ എത്തിയ MLA അവിടെ പണപ്പിരിവ് നടത്തി എന്നുള്ളതിന് വീഡിയോ തെളിവുകൾ ഉണ്ട്. Actually, you are helping in around the table. You are helping 5 families. When you are raising 500 pounds, that will help 5 families. പക്ഷേ നിയമസഭയിൽ അദ്ദേഹം പറഞ്ഞത് പണം പിരിച്ചിട്ടില്ല എന്നാണ്. ഞാൻ വിദേശ രാജ്യത്ത് ഒരു സ്ഥലത്ത് പോയിട്ട് എന്റെ പുനർജനി പദ്ധതിക്ക് വേണ്ടി 1 രൂപ പോലും പിരിച്ചിട്ടില്ല. അങ്ങനെ നോക്കുമ്പോൾ എന്തൊക്കെയോ വശപ്പിശകുണ്ടല്ലോ സതീശൻ സാറേ. പുനർജനി പദ്ധതിയിൽ വീട് കിട്ടിയ ആളുകളെ കാണാനില്ലെങ്കിലും 6 വർഷം മുമ്പ് ഫ്ളാറ്റ് പണിയാൻ സതീശൻ ഇട്ടൊരു കല്ല് ഇപ്പോ കാട്ടിൽ നിന്നും കണ്ടുകിട്ടിയിട്ടുണ്ട്. പണമൊക്കെ മണപ്പാട്ട് ഫൈനാൻസ് കൈകാര്യം ചെയ്യും എന്നാണ് സതീശൻ പറഞ്ഞത്. But who is backing മണപ്പാട്ടിൽ? ഇത്ര ഇമ്മൻസ് ഫണ്ടിംഗ് നടത്താൻ കെൽപ്പുള്ള ആളാണോ ഈ മണപ്പാട്ടിൽ ചാണ്ടി? മണപ്പാട്ടിൽ ഗ്രൂപ്പ് ഒരു വളരെ പോപ്പുലർ ആയിട്ടുള്ള സ്ഥാപനമല്ലേ? ഫിനാൻസ്, ടിമ്പർ, സ്റ്റീൽ, ഗോൾഡ്. യെസ്, ഗോൾഡ്. ദാറ്റ്സ് മൈ പോയിന്റ്. ഈ മണപ്പാട്ട് ഫൈനാൻസ് ഇനി ലൂസിഫർ സിനിമയിൽ പറയുന്നത് പോലുള്ള വല്ല സെറ്റപ്പും ആണോ?